ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് പറയാനുള്ള മെയിൻ കാരണം സമയം ഇപ്പോൾ ഇവിടെ 7:15 കേട്ടോ. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു പിന്നെയും ഹെൽസിങ്കിയിലോട്ട് പോയാലോ എന്ന്. എൻ്റെ ബസ് 8 മണിക്കാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഫൈനലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പം 7:50 ആവുന്നു. 8 മണിക്കാണ് ബസ്സുള്ളത്. ഞാൻ അധികം ലേറ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ബസ് മിസ്സാവും. അപ്പോൾ ലെറ്റ്സ് ഗോ ടുഗെദർ ടു ഹെൽസിങ്കി. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഞാനായിരുന്നു ബസ്സിലെ ആദ്യത്തെ പാസഞ്ചർ കേട്ടോ. ആരും ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് സ്റ്റോപ്സ് കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ വന്നു കയറിയത്. അപ്പോൾ നമ്മൾ ഫൈനലി ഹെൽസിങ്കിയിലോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഓർത്തു ആദ്യം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകാമെന്ന്. ഹെൽസിങ്കിയിലോട്ട് എത്തിക്കഴിഞ്ഞ് ഞാൻ നേരെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററിലായിരുന്നു കേട്ടോ പോയത്. അവിടുത്തെ 5th ഫ്ലോറിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തൊരു റെസ്റ്റോറൻ്റാണ് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. പേരെന്ന് വെച്ചാൽ ഫിസ്കൻ പൊ ഡിസ്കൻ. അതൊരു സ്വീഡിഷ് നെയിമാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഫിഷ് ഓൺ ദി ടേബിൾ എന്നാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഓർഡർ ചെയ്തത് ഒരു കിഡിലൻ സാമൺ സൂപ്പായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. വർത്ത് ദ ബൈ ആയിട്ട് തോന്നി കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് സിറ്റി സെൻറ്ററിൽ. ഇത് ഹെൽസിങ്കിയുടെ മെയിൻ സിറ്റി സെൻറ്റർ ആണ് കേട്ടോ. ഇവിടെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഹെൽസിങ്കിയിലെ വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം ഫിൻലൻഡിലെ പാർലമെന്റ് ഹൗസ് കാണാനാണ് കേട്ടോ. 1926 കേട്ടോ പാർലമെന്റ് ഹൗസിന്റെ പണിയൊക്കെ തുടങ്ങിയത്. 5 വർഷം കഴിഞ്ഞായിരുന്നു ഇവിടുത്തെ പണിയൊക്കെ തീർന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഫിൻലൻഡ് സ്ത്രീകൾക്ക് ഇലക്ഷനിൽ നിൽക്കാനുള്ള അനുവാദം കൊടുക്കുന്നതും റൈറ്റ് ടു വോട്ട് കൊടുക്കുന്നതും കേട്ടോ. 1907 ഏകദേശം 19 സ്ത്രീകളായിരുന്നു എലക്ട് ആയത്. പാർലമെന്റ് ഹൗസിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെൽസിങ്കിയിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ കുറേ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഞാനും പോയി എടുത്തിട്ടുണ്ട്. ഇന്നും എടുത്തു ഞാൻ പോയി. ഈ ലൈബ്രറി ഭയങ്കര വലുതാണ് കേട്ടോ. ഏകദേശം 185,000 സ്ക്വയർ ഫീറ്റോളം വരും കേട്ടോ. 3 ഫ്ലോർസ് ആണ് ഇതിനുള്ളത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കണ്ടാൽ ഭയങ്കര ഒരു ഏർബൻ സ്റ്റൈലിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് നമുക്ക് അകത്ത് കയറുമ്പോൾ ഒരു ലൈബ്രറി ആണെന്ന് പറയാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ലൈബ്രറിയാണ്. ആദ്യം പോയത് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു കേട്ടോ. അവിടെ ഒരു കാഫറ്റേറിയ ആയിരുന്നു ഉള്ളത്. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഈ കാണുന്ന സ്റ്റെയർ കേസിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു സ്പൈറൽ ഡിസൈനിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റെയർ കേസ് ആണ് കേട്ടോ. ഈ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് ഒരു ചെറിയൊരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു. ഫിൻലൻഡിലെ ആളുകളോട്, അതായത് പബ്ലിക്കിനോട് കുറച്ച് വേർഡ്സ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പബ്ലിക് കുറച്ച് സെലക്ട് ചെയ്ത വേർഡ്സ് ആണ് മൈഗ്രൻസ്, ഗ്രാൻഡ് പേരൻസ്, ഡ്രീമേഴ്സ്, ഫോർ സാഡ് പീപ്പിൾ എന്നൊക്കെയാണ് കേട്ടോ. ആർക്ക് വേണേലും ആക്സസ് ചെയ്യാം. ഇതെല്ലാവരുടെയും ലൈബ്രറി ആണ് അറിയിക്കാനായിട്ടുള്ള ഒരു സൈൻ ആയിരുന്നു കേട്ടോ. 2nd ഫ്ലോറിൽ ചെന്നപ്പോൾ ക്യാമറ അലൗഡ് അല്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നുകൊണ്ട് അവിടെയും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പക്ഷെ ഞാൻ കണ്ടത് കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് വേർഷൻ ബുക്ക് ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ നേരെ ഞാൻ പോയത് പിന്നെ 3rd ഫ്ലോറിലാണ് കേട്ടോ. ഏകദേശം 100,000ഓളം ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ ആ തിരക്കുണ്ടായിട്ടും എല്ലാവരും സമാധാനമായിട്ടിരുന്ന് അവിടെ ബുക്സ് വായിക്കുന്നുണ്ടായിരുന്നു. ബുക്സിനോടൊപ്പം തന്നെ ഞാൻ കണ്ട ഒരു വേറൊരു കാര്യമായിരുന്നു ഈ ബോൾ ചെയർ കേട്ടോ. ഫിൻലൻഡ് ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ കൺട്രി ഈ ഒരു മോഡേൺ ടൈപ്പ് ബോൾ ചെയർ 1960s പണിയാനായിട്ട് കേട്ടോ. ഓർത്ത് നോക്കണം, 1960s. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ഒരു മോഡേൺ ഫർണിച്ചർ പണിതത്. ലൈബ്രറിയിൽ നിന്ന് വിട്ട് ഞാൻ നേരെ ഹെൽസിങ്കി റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ പോയത്. ഇവിടെ ഏകദേശം 200,000 ആളുകളാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നതും വരുന്നതും. ഏകദേശം 200ഓളം ട്രെയിൻസ് എന്നും പാസ് ബൈ ആവാറുണ്ടെന്നാണ് പറയുന്ന കേട്ടിട്ടുള്ളത്.
കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇവിടുന്ന് കുറേ പേര് ട്രെയിൻസ് എടുക്കാറുണ്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രെയിൻസും ഉണ്ട് കേട്ടോ. ഫിൻലൻഡില് സമയത്തിന് കൃത്യനിഷ്ഠ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു രീതിയിലും ലേറ്റ് ആവുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. 1 മിനിറ്റ് പോലും നമ്മൾ ലേറ്റ് ആയാൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അപ്പം മിക്ക സമയം ട്രെയിനൊക്കെ കറക്റ്റ് ടൈമിലേ വരത്തുള്ളൂ. ഇവിടുത്തെ ട്രെയിൻ അകം കാണേണ്ടതാണ് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രെയിൻസ് ആണ്. അതായത് അകത്ത് കാഫറ്റേറിയയും കാര്യങ്ങളും എന്തെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കാണിക്കാം കേട്ടോ. ഹെൽസിങ്കി റെയിൽവേ സ്റ്റേഷനിൽ മേളില് യുക്രൈൻ്റെ ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും അതെന്താ യുക്രൈൻ്റെ ഫ്ലാഗ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഫിൻലൻഡ് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. 2.5 വർഷം മുന്നേ ആയിരുന്നു ഇത് ഇട്ടത് കേട്ടോ. കുറെ നടന്ന് ഞാൻ കുറെ ടയർഡായിപ്പോയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ പോയത് ഒരു ചെറിയ ജ്യൂസ് വാങ്ങാനായിട്ടായിരുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല എനർജി ഒക്കെ കിട്ടിയ പോലെ തോന്നിയായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അവിടുന്ന് നേരെ നടന്നു പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ എന്ന്. വീട്ടിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഏതായാലും അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയതായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. ഇങ്ങനത്തെ കുറെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് വേറെ വേറെ പേരിൽ. അവിടുന്ന് എനിക്ക് വാങ്ങിക്കാനുള്ളത്, എനിക്ക് കുറെ സീ ഫുഡ് ഒത്തിരി ഇഷ്ടമായത് തന്നെ ഞാൻ ആകെ ഒരു പ്രോൺസ് മേടിച്ചായിരുന്നു, ഫ്രോസൺ പ്രോൺസ്. പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ഉള്ളിയായിരുന്നു. നിങ്ങൾക്കറിയാവോ നാട്ടിലെ 82 രൂപയാണ് ഈ 3 ഉള്ളിക്ക്. സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ബസ്സിലോട്ടായിരുന്നു കേട്ടോ കയറിയത്. അപ്പോൾ ഫൈനലി ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഹെൽസിങ്കി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു ആ ദിവസം. പോരാത്തതിന് ഞാൻ അവിടെ ഹെൽസിങ്കിയിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ കൂടുതലും വാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സമയക്കുറവ് കാരണം എനിക്ക് എല്ലാം സ്ഥലങ്ങളും അങ്ങനെ കവർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കുറച്ചൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്തു. ഇനി മുന്നോട്ട് ഞാൻ ഏറെ സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും. കാരണം എന്നോട് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എന്നോട് ഹെൽസിങ്കി സിറ്റിയിൽ ഇത്രേ ഉള്ളൂ അല്ലെ, കുഞ്ഞു സിറ്റി ആണല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പം അല്ല കേട്ടോ, ഹെൽസിങ്കി ഒരു ബിഗ് സിറ്റിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ദൂരത്തിലും അടുത്തടുത്ത സ്ഥലങ്ങളാണെങ്കിലും അത്യാവശ്യം സമയമെടുക്കും കാണിക്കാനായിട്ട്. അത് കാരണം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഗോൾ ഞാൻ പൂർത്തിയാക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ റിയലി ഹോപ്പ് നിങ്ങളത് എൻജോയ് ചെയ്തത്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹെൽസിങ്കി സിറ്റി കണ്ടിട്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണുന്നിടം വരെ ബൈ.